യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് നാം വിശ്വാസത്തോടെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അൾത്താരയിൽ, ഈ ദിവസവും വചനം പറയുന്ന ഈ അൾത്താരയിൽ 3 നിയോഗ പ്രാർത്ഥനയുടെ ബോക്സുകളുണ്ട്. പ്രധാനമായും ഇരിക്കുന്ന 2 ബോക്സുകൾ കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹങ്ങളും എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന 2 ബോക്സുകളാണ്. താഴെയുള്ള നിയോഗ പ്രാർത്ഥനയുടെ ബോക്സ് പൊതു നിയോഗത്തിനായിട്ട് വച്ചിരിക്കുകയാണ്. ഈ 3 നിയോഗ പ്രാർത്ഥനാ ബോക്സുകളിലും ഇരിക്കുന്ന എല്ലാ പേരുകൾക്ക് വേണ്ടിയും എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഇടപെടൽ ആ വിഷയത്തിലും ആ വ്യക്തിയിലും കുടുംബത്തിലുമെല്ലാം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ അത് എന്നിൽ ഒരു മുദ്രയായി മാറുന്നു എന്നാണ്. മുദ്ര എന്നാൽ ഒരു ദുഷ്ടശക്തിക്കും എന്നെ തൊടാൻ കഴിയാത്ത വിധം എന്നെ ദൈവം സംരക്ഷിക്കുന്ന ഒരു മുദ്രയായി മാറും. ഇന്ന് ഞാൻ കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ അത് സ്വീകരിക്കുമ്പോൾ എന്നിലത് ദൈവിക സംരക്ഷണത്തിൻ്റെ മുദ്രയായി മാറും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത്, എൻ്റെ അധ്വാനങ്ങളിൽ ആ നിയോഗം അനുഗ്രഹമായി അത് മാറും. ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ സംഭവിക്കാൻ തുടങ്ങും. ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 7 വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 7 വാക്യം. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട്. അപ്പം ആ വ്യക്തിയുടെ അവസ്ഥ എഴുതിയിരിക്കുന്നത് നോക്കൂ. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും. വെറുക്കപ്പെടുക, മറ്റുള്ളവരാൽ നിന്ദിതനാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊത്തിരി വേദനാജനകമായ കാര്യമാണ്. പലരും ഇതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ വെറുക്കപ്പെട്ടവരാണോ? എവിടെയെങ്കിലുമൊക്കെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളെ വളരെ കൊച്ചാക്കുന്ന പോലെ, നിങ്ങളെ വിലയില്ലാതെ കാണുന്ന പോലെയൊക്കെ തോന്നി വേദനിച്ചിട്ടുണ്ടോ? അതേപോലൊരു സിറ്റുവേഷൻ എഴുതിയിരിക്കുക. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട്. അങ്ങനെയുള്ള ഒരാളോട്, അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുന്നു. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്, കളിയാക്കപ്പെട്ടത്? ചിലപ്പോൾ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പണം കുറഞ്ഞതിൻ്റെ പേരിൽ, വീട് ചെറുതായതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം കുറഞ്ഞതിൻ്റെ പേരിൽ, എല്ലാവരുടെയും ഒപ്പം നിൽക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ പലരും വല്ലാതെ വേദനിച്ചവരുണ്ട്, തകർന്നു പോയവരുണ്ട്. എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ, എനിക്കാകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അവിടെ ഇന്നതുപോലൊന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്കൊന്ന് പോകാൻ ഒത്തില്ലല്ലോ, എന്നെക്കൊണ്ട് ആ സമയത്ത് അതിനെക്കൊണ്ട് ആയില്ലല്ലോ. പല കാരണങ്ങളാൽ അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ കുറച്ച് മിനിറ്റുകൾ പറയാനുണ്ട്. ഓരോരോ വിഷമങ്ങൾ, സങ്കടങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. പക്ഷെ അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുന്നു. എന്താ സംസാരിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും, നിന്നെ തെരഞ്ഞെടുത്ത ദൈവം പരിശുദ്ധനും
വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. നിന്റെ അവസ്ഥയ്ക്ക് ഭയങ്കരമായ മാറ്റം ഉണ്ടാവും. ഇന്നത്തെ സാഹചര്യം ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറും. എഴുതിയിരിക്കും നോക്ക്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം, ആ കാരണത്താൽ, ഓരോ ദിവസവും വചനം കേൾക്കുന്ന ആ കാരണത്താൽ, ആ ഒരു നിമിത്തം, ആ ഒരു നിയോഗത്താൽ സാഹചര്യങ്ങൾ മാറും. ഇന്ന് വെറുക്കപ്പെട്ടവനും നിന്ദിക്കപ്പെട്ടവനും പലരുടെയും പരിഹാസം ഏറ്റുവാങ്ങിയവരും, കൊള്ളത്തില്ല, കഴിവില്ലാത്ത വ്യക്തി, ഒരു യോഗ്യതയില്ലാത്ത ആൾ, ഭാഗ്യമില്ലാത്തവൻ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഓരോ മനുഷ്യനും പറയാനുള്ളത്. ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാൻ, ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യമാണ്, കർത്താവ് നിമിത്തം, കഴിവ് നിമിത്തമല്ല, ബുദ്ധി നിമിത്തമല്ല, ദൈവാനുഗ്രഹം നിമിത്തം, ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് നിമിത്തം, ആ കാരണത്താൽ രാജാക്കന്മാർ പോലും നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു കാലം വരും. പ്രഭുക്കന്മാർ പോലും നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു കാലം വരും. ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നെ എത്തിക്കാൻ, നിന്നെ അനുഗ്രഹമുള്ള ഒരാളാക്കാൻ, അത്ഭുതമായ നിലയിൽ നിലനിർത്താൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവിന് ഇന്നും സാധിക്കും. നിങ്ങൾക്കതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന വാക്കേതാണ്? കർത്താവ് നിമിത്തം. നിങ്ങൾ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ ഓർക്കും, ഇതൊക്കെ കേട്ടിട്ട് എന്താ കാര്യം? ഈ വചനം നിമിത്തം, ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം നിമിത്തം നാളുകളിൽ നിങ്ങൾ അധികമായി അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിമിത്തം, കഴിവ് നിമിത്തം, സ്വാധീന നിമിത്തം, ബുദ്ധി നിമിത്തം എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. കർത്താവ് നിമിത്തം, ആ അനുഗ്രഹം നിമിത്തം. അതാണ് നിമിത്തമായി തീരേണ്ടത്. അതാണ് നിമിത്തമായി നിങ്ങളിൽ മാറേണ്ടത്. അതാണ് നിമിത്തമായി മാറുന്നത്. കർത്താവ് നിമിത്തം. ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ. ഇന്ന് ബുധനാഴ്ചയാണ്. നാളെ കഴിഞ്ഞും ഈ ആലയത്തിൽ പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന ദിവസങ്ങളാണ്. ഈ വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം രാവിലെ 8:15 ആരംഭിക്കും. പേരുകൾ പറഞ്ഞ്, നിയോഗത്തിൽ സമർപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, നിന്ദിതനും അപമാനിക്കപ്പെട്ടവനുമായ ഒരാളെ രാജാക്കന്മാർ പോലും എഴുന്നേറ്റു നിൽക്കുന്ന, പ്രഭുക്കന്മാർ പോലും സാഷ്ടാംഗം പ്രണമിക്കുന്ന വിധത്തിൽ ഉയർത്തി അനുഗ്രഹിച്ചതുപോലെ ഈ അനുഗ്രഹം എന്നിലേക്ക് വരണമേ. ഈ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ വരണമേ, തലമുറയിൽ വരണമേ. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചവരിലേക്ക് വരണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരിലേക്ക് വരണമേ. അവരുടെ പ്രയാസങ്ങളിലേക്ക് വരണമേ. അവരുടെ പ്രതിസന്ധികളിലേക്ക് വരണമേ. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനിടയാകണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനിടയാകണമേ. കുടുംബപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാനിടയാകണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളിലും, യാത്രകളിലും, തീരുമാനങ്ങളിലും, ഇടപാടുകളിലും ഉണ്ടാകട്ടെ. നഷ്ടങ്ങളിൽ നിന്നെല്ലാം ദൈവം സംരക്ഷിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരട്ടെ. കർത്താവെ, ആരുടെയൊക്കെ പ്രാർത്ഥനകൾ ഈ അനുഗ്രഹ ആലയത്തിലുണ്ടോ, ആരുടെയെല്ലാം പ്രാർത്ഥനകൾ കണ്ണുനീരോടെ എഴുതിയിട്ട നിയോഗങ്ങൾ ഇവിടെയുണ്ടോ, അതിലെല്ലാം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോ നിയോഗങ്ങളിലും സംഭവിക്കാനിടയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സഹകരണത്തിന്, പ്രാർത്ഥനയ്ക്ക് നന്ദി. വചനം ഒരു അനുഗ്രഹമായി നിങ്ങളിൽ മാറട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.